നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ആ ശബ്ദം ഇനി അനശ്വരതയിൽ. സംഗീത ഇതിഹാസം ആശാ ഭോസ്ലെ യാത്രയായി. വരന്തരപ്പള്ളിയിൽ അപകടാവസ്ഥയിലുള്ള വൈദ്യുത പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം. മാങ്ങ പറിക്കുന്നതിനിടെ തിരുവില്ലാമലയിൽ മാവിൽ നിന്ന് വീണ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മലേശമംഗലം ചുഴിയങ്കോട് സ്വദേശി ഗോവിന്ദനാണ് മരിച്ചത്. വിശ്വാസപ്പെരുമഴയിൽ കനകമല. ഭക്തി നിർഭരമായ 87ാമത് കുരിശുമുടി തീർത്ഥാടനത്തിന് സമാപനം. കൊടകര വല്ലപ്പാടി ഊതികുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട ആഘോഷിച്ചു. കണിവെള്ളരി വിളവെടുപ്പ് തിരക്കിൽ മറ്റത്തൂരിലെ കർഷകർ. വിപണി കീഴടക്കാൻ മഞ്ചേരി വെള്ളരി. പൂരനഗരി ഇനി ഒരുക്കങ്ങളുടെ തിരക്കിൽ. തൃശൂരിൽ തിരുവമ്പാടിയുടെ പന്തൽക്കാൽ ഉയർന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ 46ാം വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ പിന്നണി ഗാനരംഗത്തെ ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 7 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിക്കാണ് തിരശ്ശീല വീണിരിക്കുന്നത്. മറാഠി ചിത്രത്തിലൂടെ പാടിത്തുടങ്ങിയ ആശ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായികമാരിൽ ഒരാളാണ്. ലതാ മങ്കേഷ്കർ എന്ന വടവൃക്ഷം ഹിന്ദി ചലച്ചിത്ര ലോകത്ത് നിലനിൽക്കുമ്പോൾ തന്നെ തന്റേതായ ഇടം കണ്ടെത്തി പാട്ടുകളുടെ വിസ്മയം തീർത്ത കലാകാരിയായിരുന്നു അവർ. പോപ്പ്, കാബറെ, റോക്ക്, ഡിസ്കോ, ഗസൽ, ക്ലാസിക്കൽ എന്നിങ്ങനെ ഏത് ഗാനരൂപവും വഴങ്ങുന്ന ശബ്ദമായിരുന്നു ആശാ ഭോസ്ലെയുടേത്. OP നയ്യാർ, RD ബർമൻ എന്നിവരോടൊപ്പമുള്ള ഗാനങ്ങൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളാണ്. പിന്നീട് AR റഹ്മാനിലൂടെ രംഗീല പോലുള്ള ചിത്രങ്ങളിലൂടെ അവർ പുതിയ തലമുറയെയും കയ്യിലെടുത്തു. 2000-ൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും 2008-ൽ പത്മവിഭൂഷണും നൽകി രാജ്യം അവരെ ആദരിച്ചു. ഗ്രാമി പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ഗായിക കൂടിയാണ് ആശ. സുജാത എന്ന ചിത്രത്തിലെ സ്വയംവര ശുഭദിനമംഗളങ്ങൾ എന്ന ഒരേയൊരു ഗാനത്തിൽ മലയാളികളുടെ മനസ്സിലും ആശാ ഭോസ്ലെ ഇടം പിടിച്ചു. 1933-ൽ ഇൻഡോറിൽ ദീനനാഥ് മങ്കേഷ്കറുടെ മകളായി ജനിച്ച ആശ 9ാം വയസ്സിൽ പിതാവിന്റെ മരണശേഷമാണ് കുടുംബം പുലർത്താനായി പാടിത്തുടങ്ങിയത്. ചേച്ചി ലതയുടെ നിഴലിലൊതുങ്ങാതെ സ്വന്തം ശൈലിയിലൂടെ അവർ സംഗീത സാമ്രാജ്യം കീഴടക്കി. RD ബർമനായിരുന്നു ഭർത്താവ്. ആനന്ദ്, പരേതരായ വർഷ, ഹേമന്ത് എന്നിവരാണ് മക്കൾ. ആശാ ഭോസ്ലെയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഭൗതികദേഹം മുംബൈയിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംഗീത പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആയിരക്കണക്കിന് ഗാനങ്ങൾ ബാക്കിവെച്ചാണ് ആ മാന്ത്രിക ശബ്ദം മടങ്ങുന്നത്. വരന്തരപ്പള്ളിയിൽ പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയായി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റും ട്രാൻസ്ഫോർമറും മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം. അപകട സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ വരന്തരപ്പള്ളി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് KSEBയുടെ അനാസ്ഥ മൂലം ജനങ്ങൾ ഭീതിയിലായിരിക്കുന്നത്. നടാംപാടം എസ്റ്റേറ്റ് കോമ്പൗണ്ട് പരിധിയിലുള്ള KSEB പോസ്റ്റ് നിലവിൽ അതീവ അപകടാവസ്ഥയിലാണ്. ഒരു ചെറിയ മൺകൂനയ്ക്ക് മുകളിലാണ് ഈ വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്. മഴക്കാലത്ത് മണ്ണ് കുതിരുകയോ ശക്തമായ കാറ്റടിക്കുകയോ ചെയ്താൽ പോസ്റ്റ് ഏത് നിമിഷവും താഴേക്ക് പതിക്കാം. സ്കൂൾ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന തിരക്കേറിയ വഴിയാണിത്. വേലുപ്പാടം പാത്തിക്കിരി ചിറയിലുള്ള ട്രാൻസ്ഫോർമറിന് ചുറ്റും സംരക്ഷണ ഭിത്തിയില്ല. വേലുപ്പാടം മഠം സ്കൂൾ, പള്ളി സ്കൂൾ എന്നിവിടങ്ങളിലെ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസവും ഇതിന് തൊട്ടടുത്തുകൂടി കടന്നു പോകുന്നത്. കുട്ടികളുടെയും യാത്രക്കാരുടെയും സുരക്ഷ മുൻനിർത്തി ട്രാൻസ്ഫോർമറിന് ചുറ്റും അടിയന്തരമായി സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്നും അപകടാവസ്ഥയിലുള്ള പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അപകട സാധ്യതകൾ ബോധ്യപ്പെടുത്തി KSEB AEക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും
അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തിരുവില്ലാമലയിൽ മാവിൽ നിന്ന് വീണ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മലേശമംഗലം ചുഴിയങ്കോട് സ്വദേശി ഗോവിന്ദനാണ് മരിച്ചത്. മാങ്ങ പറിക്കുന്നതിനിടയിലായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസമാണ് തിരുവില്ലാമല മലേശമംഗലത്ത് വെച്ച് ഗോവിന്ദന് അപകടം സംഭവിച്ചത്. മാവിൽ കയറി മാങ്ങ പറിക്കുന്നതിനിടെ നിലതെറ്റി താഴെ വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പരേതനായ ഗോവിന്ദന് 70 വയസ്സായിരുന്നു. വടക്കാഞ്ചേരി പാർലിക്കാട് തെങ്ങിൽ കയറുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് യുവാവ് താഴെ വീണു. പാർലിക്കാട് പാൽ സൊസൈറ്റിക്ക് സമീപം നടന്ന അപകടത്തിൽ ചൂണ്ടപ്പുരയ്ക്കൽ വീട്ടിൽ സനിലിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി പാർലിക്കാട് പാൽ സൊസൈറ്റിക്ക് സമീപത്തുള്ള തെങ്ങിൽ കയറി ജോലി ചെയ്യുന്നതിനിടയിലാണ് സനിലിന് അപകടം സംഭവിച്ചത്. തെങ്ങിന് സമീപത്തു കൂടി കടന്നുപോയിരുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് അപ്രതീക്ഷിതമായി ഷോക്ക് ഏൽക്കുകയായിരുന്നു. ഷോക്കേറ്റ ആഘാതത്തിൽ സനിൽ തെങ്ങിൽ നിന്ന് താഴേക്ക് വീണു. വീഴ്ചയിൽ 35-കാരനായ സനിലിന്റെ കാലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും സമീപവാസികളും ചേർന്ന് ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ സനിലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ 87ാമത് കനകമല കുരിശുമുടി തീർത്ഥാടനത്തിന് ഭക്തി നിർഭരമായ സമാപനം. മാർ തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷങ്ങളോടെയാണ് തീർത്ഥാടനത്തിന് തിരശ്ശീല വീണത്. 100 കണക്കിന് വിശ്വാസികളാണ് കുരിശുമുടിയിലേക്ക് നടന്നു കയറിയത്. വിശ്വാസികളുടെയും തീർത്ഥാടകരുടെയും വലിയ പങ്കാളിത്തത്തോടെയാണ് 87ാമത് കനകമല കുരിശുമുടി തീർത്ഥാടനം സമാപിച്ചത്. സമാപന ദിവസമായ ഞായറാഴ്ച മാർ തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ അടിവാരം പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശുമുടി പ്രദക്ഷിണത്തിൽ വലിയ തോതിൽ വിശ്വാസികൾ പങ്കെടുത്തു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡേസൺ കവലക്കാട്ട് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ആഘോഷമായ പാട്ടുകുർബാനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും മുൻ റെക്ടർ ഫാദർ ആശിഷ് കീരഞ്ചിറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ടോം പുള്ളോലിൽ, ഫാദർ അഭിലാഷ് അക്കാട്ട് എന്നിവർ സഹകാർമ്മികരായി. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നടന്ന നേർച്ച ഭക്ഷണ വിതരണത്തോടെയാണ് തീർത്ഥാടന പരിപാടികൾ പൂർത്തിയായത്. തീർത്ഥാടന പരിപാടികൾക്ക് കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, കൺവീനർ ഷിജു പഴയടത്ത് പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശ്വാസികൾക്ക് കുരിശുമുടിയിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നത്. കൊടകര വല്ലപ്പാടി പുതികുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട ആഘോഷിച്ചു. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്ന പള്ളിവേട്ടയ്ക്ക് സാക്ഷിയാകാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ആഘോഷപ്പൊലിമയിൽ വെല്ലപ്പാടി പുതികുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രോത്സവം. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ട ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ശ്രീഭൂതബലി, കലശാഭിഷേകം, കാഴ്ചശീവേലി എന്നിവയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പഞ്ചാരിമേളവും തായമ്പകയും പാണ്ടിമേളവും ഉത്സവത്തിന് കൊഴുപ്പേകി. കൊളങ്ങാട്ടിൽ കുട്ടിക്കൃഷ്ണൻ ദേവന്റെ തിടമ്പേറ്റി. കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന മേളവും മൂർഖനാട് ദിനേശൻ വാര്യരുടെ തായമ്പകയും ഭക്തർക്ക് ആവേശമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മാധവൻ നമ്പൂതിരി, മേൽശാന്തി നന്ദ്യാറിലെ മൂർഖനാട് മനക്കൽ ശ്രീജിത്ത് നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച രാവിലെ ക്ഷേത്രക്കടവിൽ ആറാട്ട് ചടങ്ങുകൾ നടന്നു. വൈകുന്നേരം വല്ലപ്പാടി ഹരിശ്രീ നഗറിൽ നിന്ന് കൊട്ടപ്പടി സുരേന്ദ്രൻ നയിക്കുന്ന നാദസ്വരവും വിവിധ കലാരൂപങ്ങളുടെ വരവും ഉണ്ടായിരുന്നു. വിഷുക്കാലത്തെ വരവേൽക്കാൻ മറ്റത്തൂരിലെ പാടശേഖരങ്ങളിൽ കണിവെള്ളരി വിളവെടുപ്പ് സജീവമാകുന്നു. കടുത്ത ചൂടിനെ അതിജീവിച്ച് തുടർച്ചയായ 6ാം വർഷവും ചെട്ടിച്ചാൽ പാടത്ത് മികച്ച രീതിയിൽ വെള്ളരിക്കൃഷി നടത്തി മാതൃകയാവുകയാണ് കർഷകനായ രാജൻ പനങ്കൂട്ടത്തിൽ. മറ്റത്തൂർ 3 മുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടശേഖരം ഇപ്പോൾ മഞ്ഞപ്പട്ടെടുത്ത അവസ്ഥയിലാണ്. വിപണിയിൽ വിഷുക്കണിക്കായി വെള്ളരിക്ക് ഡിമാൻഡ് ഏറുന്ന സമയത്ത് വിളവെടുപ്പിന്റെ തിരക്കിലാണ് കർഷകനായ രാജൻ പനങ്കൂട്ടത്തിൽ.
തന്റെ 2.5 ഏക്കറോളം വരുന്ന നിലത്ത് നെൽകൃഷിക്ക് ശേഷമുള്ള ഇടവേളയായാണ് രാജൻ കണിവെള്ളരി കൃഷി ചെയ്യുന്നത്. മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിൽപ്പെട്ട വെള്ളരിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പുറത്തുനിന്ന് വിത്ത് വാങ്ങുന്നതിന് പകരം ഓരോ വർഷവും വിളവെടുക്കുന്ന മികച്ച കായ്കളിൽ നിന്ന് രാജൻ തന്നെ വിത്തുകൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നു. ഈ വിത്തുകൾ മറ്റ് കർഷകർക്കും ഇദ്ദേഹം നൽകാറുണ്ട്. ഒരാഴ്ച മുൻപാണ് ഇത്തവണത്തെ വിളവെടുപ്പ് ആരംഭിച്ചത്. കടുത്ത ചൂട് ഉൽപാദനത്തെ നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും വിപണിയിലെ നിലവിലെ വില കർഷകന് ആശ്വാസം പകരുന്നു. മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണി വഴിയാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാതെ ഹോർട്ടികോർപ്പ് നേരിട്ട് സംഭരിക്കുന്നത് വലിയ സഹായമാണെന്ന് രാജൻ പറയുന്നു. 6 വർഷത്തോളമായി ഞാൻ കൃഷി തുടങ്ങിയിട്ട്. മുന്നേ നക്ഷത്ര വെള്ളരി എന്ന് പറഞ്ഞ ഐറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ഇത്തിരി വിളവ് കുറവായിരുന്നു. മഞ്ചേരി ഇപ്പോൾ 6 വർഷമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത വിളവാണ് ഈ പ്രാവശ്യം കാണിക്കുന്നത്. പക്ഷെ ചൂട് കൂടുതലുള്ള കാരണം കുറച്ച് വിളവിന് കുറവ് കാണിക്കുന്നുണ്ട്. കാരണം ചൂട് ഇടമഴ കിട്ടാത്ത കാരണം. നമുക്ക് ഹോർട്ടികോർപ്പാണ് ഈ പ്രാവശ്യത്തെ വിളവ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ എല്ലാതും നമ്മുടെ തൃശ്ശൂർ ഹോർട്ടികോർപ്പാണ്. ഇന്ന് തന്നെ 12 ടണ്ണോളം വെള്ളരി ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബാക്കി കൃഷി കച്ചവടക്കാർ നമ്മുടെ അടുത്ത് എടുത്തു പോകുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഈ കൊല്ലത്തെ കൃഷിയിൽ കാണിക്കുന്നത്. ഈ പ്രാവശ്യം വില കൂടുതൽ എന്ന് പറയാനില്ല. കഴിഞ്ഞ കൊല്ലത്തെ വില പോലെ തന്നെ വലിയ കൂടുതലൊന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് കൃഷിക്കാരെ സംബന്ധിച്ചോളം പിടിച്ചു നിന്ന് പോകാം. അങ്ങനത്തെ ഒരു വിലയാണ് ഈ പ്രാവശ്യം ഉള്ളത്. സാമാന്യ വിളവുണ്ട്, അത്യാവശ്യം വിലയും കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ചെലവുള്ള കാരണം നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൃഷിക്കാരൻ കടന്നു പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് കണിവെള്ളരിയിൽ. മറ്റത്തൂർ മേഖലയിൽ പച്ചക്കൃഷി വ്യാപകമാണെങ്കിലും ഇത്രയും വലിയ തോതിൽ വെള്ളരി കൃഷി ചെയ്യുന്ന കർഷകർ കുറവാണ്. കൃഷിയോടുള്ള അഭിനിവേശവും കഠിനാധ്വാനവും ചേർത്ത് വെച്ച് വിഷുക്കണിക്ക് മാറ്റുകൂട്ടാൻ ഒരുങ്ങുകയാണ് ഈ കർഷകൻ. തൃശൂർ പൂരത്തിന് ഇനി ആവേശനാളുകൾ. തിരുവമ്പാടി വിഭാഗം നടുവിലാലിലും നാക്കിനാലിലും ഉയർത്തുന്ന വിസ്മയ പന്തലുകളുടെ കാൽനാട്ട് കർമ്മം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ പൂർത്തിയായി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. പൂരനഗരിയെ വർണ്ണാഭമാക്കുന്ന നിലപ്പന്തലുകളുടെ നിർമ്മാണത്തിനാണ് ഞായറാഴ്ച തുടക്കമായത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രധാന പന്തലുകൾ ഉയരുന്ന നടുവിലാലിലും നാക്കിനാലിലും പാരമ്പര്യ വിധിപ്രകാരം കാൽനാട്ട് നടന്നു. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, മുൻ മന്ത്രി VS സുനിൽകുമാർ എന്നിവരും തിരുവമ്പാടി ദേവസ്വം ഭാരവാഹി പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ജോയിന്റ് സെക്രട്ടറി P രാധാകൃഷ്ണൻ തുടങ്ങിയവരും ഭരണസമിതി അംഗങ്ങളും സന്നിഹിതരായിരുന്നു. തിരുവമ്പാടിയുടെ മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരും പൗരപ്രമുഖരും ചടങ്ങിൽ പങ്കുചേർന്നു. ഇത്തവണത്തെ പന്തൽ നിർമ്മാണ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത് പ്രഗത്ഭരായ കലാകാരന്മാരാണ്. നടുവിലാൽ പന്തൽ ചെറുതുരുത്തി ആരാധനാ പന്തൽ വർക്സിലെ സെയ്തലവിയും, നാക്കിനാൽ പന്തൽ ചേറൂർ പള്ളത്ത് മണികണ്ഠനുമാണ്. വരും ദിവസങ്ങളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ പന്തൽ നിർമ്മാണം പുരോഗമിക്കും. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടക്കാനിരിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി. തിരുനാൾ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി സജ്ജമാക്കിയ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നിർവഹിച്ചു. അടുത്ത മാസം 3-നാണ് കൊടകര ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാളിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായാണ് ദേവാലയ അങ്കണത്തിൽ ആഘോഷ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നിലവിളക്ക് കൊളുത്തി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമ്മാന, തിരുനാൾ ആഘോഷങ്ങളുടെ ജനറൽ കൺവീനർ വിജയ് കുറ്റിക്കാടൻ, ജോയിന്റ് ജനറൽ കൺവീനർ അന്തോണിക്കുട്ടി ചെതലൻ, അഡ്വക്കേറ്റ് VP ലിസൺ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികളും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. CPM കല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന KK ഡേവിസിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, കോൺഗ്രസ് പ്രതിനിധി സന്ദീപ് കണിയത്ത, CPI പ്രതിനിധി VK സുലൈമാൻ, കേരള കോൺഗ്രസ് പ്രതിനിധി സെബാസ്റ്റ്യൻ ജോസ്, ജനതാദളിലെ രാഘവൻ മുളങ്ങാടൻ, DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് എന്നിവർ സംസാരിച്ചു. സാധാരണ ഒരു മനുഷ്യൻ എന്നതിലുപരിയായി ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം. പലപ്പോഴും പല ആളുകളുടെയും പ്രശ്നങ്ങളിൽ തനിക്കടപെട്ട പരിഹാരം കാണാൻ കഴിയാത്ത പല പ്രശ്നങ്ങളിലും
മറ്റു സഖാക്കളെ ബന്ധപ്പെടുത്തി സഖാവിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അടക്കം പല ആളുകളെയും സാധാരണ മനുഷ്യരെ. ജില്ലയിൽ വേനൽ ചൂട് അതിരൂക്ഷമായി തുടരുന്നു. സാധാരണ നിലയിലുള്ള ചൂടല്ല ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്നും ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് താപനില ഉയരുന്നതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ജില്ലയിൽ അനുഭവപ്പെടുന്നത് കേവലം ഒരു വേനൽ ചൂടല്ല, മറിച്ച് ശാസ്ത്രീയമായി തന്നെ അപകടകരമെന്ന് തെളിയിക്കപ്പെട്ട ഹീറ്റ് വേവ് സമാനമായ സാഹചര്യമാണ്. പുറത്തിറങ്ങുന്ന ആരോഗ്യമുള്ള ആളുകൾക്ക് പോലും പെട്ടെന്ന് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദാഹം തോന്നുന്നത് വരെ വെള്ളം കുടിക്കാൻ കാത്തിരിക്കുന്നത് അപകടകരമാണ്. ദാഹം അനുഭവപ്പെടുന്നുവെന്ന് ശരീരം ഇതിനകം നിർജ്ജലീകരണത്തിലേക്ക് നീങ്ങി എന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ ഓരോ മണിക്കൂറിലും കൃത്യമായി വെള്ളം കുടിക്കണം. കുട്ടികളും പ്രായമായവരും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എപ്പോഴും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് ശീലമാക്കണം. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കുക. ഈ സമയത്ത് പരമാവധി വീടിനുള്ളിലോ തണലുള്ള ഇടങ്ങളിലോ കഴിയാൻ ശ്രമിക്കുക. കറുത്ത വസ്ത്രങ്ങൾ ചൂടിനെ കൂടുതൽ ആഗിരണം ചെയ്യുന്നതിനാൽ അവ ഒഴിവാക്കുക. വെള്ളയോ പിങ്ക് നിറമോ ഉള്ള ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. കടുത്ത തലവേദന, ബോധക്ഷയം, ഛർദി അല്ലെങ്കിൽ ഓക്കാനം, ശരീരം വിയർക്കാതെ വരണ്ട ചർമ്മമായി മാറുന്ന അവസ്ഥ എന്നിവ ഹീറ്റ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ അവരെ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും നനഞ്ഞ തുണി ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുകയും വേണം. ഒട്ടും വൈകാതെ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ആരോഗ്യവകുപ്പും സന്നദ്ധ പ്രവർത്തകരും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ ഘട്ടത്തിൽ സ്വയം പ്രതിരോധം മാത്രമാണ് ഏക പോംവഴി. അവധി ദിനങ്ങളെ അറിവിന്റെയും വിനോദത്തിന്റെയും ആഘോഷമാക്കി മാറ്റിയ വേനൽത്തുമ്പി ബാലവേദി ക്യാമ്പിന് സമാപനം. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവം പകർന്നു നൽകിയാണ് സമാപിച്ചത്. കുരുന്നുകളുടെ സർഗാത്മക കഴിവുകളെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ കോടാലി KCCP ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച വേനൽത്തുമ്പി അവധിക്കാല ബാലവേദി ക്യാമ്പ് ആവേശകരമായി പൂർത്തിയായി. സമാപന ദിവസം സംഘടിപ്പിച്ച പ്രകൃതി പഠനയാത്ര കുട്ടികൾക്ക് ഏറെ വിജ്ഞാനപ്രദമായി. ചരിത്രപരമായ പ്രാധാന്യമുള്ള മുനിയാട്ടുകുന്ന്, പ്രകൃതി ഭംഗി തുളുമ്പുന്ന മുപ്ലേത്തി, മുളങ്കാട് എന്നിവിടങ്ങളിലേക്കായിരുന്നു പഠനയാത്ര സംഘടിപ്പിച്ചത്. ഓരോ ഇടത്തിന്റെയും ചരിത്രവും പാരിസ്ഥിതിക പ്രത്യേകതകളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ക്യാമ്പംഗങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചു. വായനശാല ഭരണസമിതി അംഗവും റിട്ടയർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനുമായ PG ശിവൻകുട്ടി പ്രകൃതി പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, ഭരണസമിതി അംഗം VT ശോഭി, ഗോപി തച്ചനാടൻ തുടങ്ങിയവർ യാത്രയ്ക്കും ക്യാമ്പ് പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിച്ചു. ക്യാമ്പിൽ സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഹക്കീം കളിപ്പറമ്പിൽ വിതരണം ചെയ്തു. ഒരാഴ്ച നീണ്ടുനിന്ന ക്യാമ്പ് പാട്ടും കളികളും അറിവ് പങ്കുവെക്കലുകളുമായി കുട്ടികൾക്ക് മറക്കാനാവാത്ത ഒരു അവധിക്കാല ഓർമ്മയാണ് സമ്മാനിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ 46-ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PG രഞ്ജിമോൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ എന്നിവർ സംസാരിച്ചു. യൂണിറ്റിലെ അംഗങ്ങൾക്ക് വിഷുക്കൈനീട്ടവും സമ്മാനങ്ങളും വിതരണം ചെയ്തു. വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ഗംഭീരമായി നടക്കുന്നു എന്ന് പറയുന്നതായിരിക്കും അത്. തീർച്ചയായും വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് നിങ്ങൾ നേതൃത്വം നൽകുന്നത്. അത് തിലകന്റെയും ജോയിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മുഴുവൻ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ, ഒരു 500-700 അംഗങ്ങളുള്ള ഒരു യൂണിറ്റിൽ എത്രത്തോളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതിലേറെ പ്രവർത്തനങ്ങൾ ഈ കൊച്ചു പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് സത്യസന്ധമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് സജീവമാക്കിയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ വ്യാപാരികളുടെ അടുത്തും അല്ലെങ്കിൽ ഈ സമൂഹത്തിലും ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളത് മാത്രമാണ് കാര്യം. കഴിഞ്ഞ ഈ 4 വർഷക്കാലം കൊണ്ട് നമ്മൾ 80 ലക്ഷത്തിലധികം റുപ്യ മരണാനന്തര സഹായമായിട്ട് ഈ ഒരു യൂണിറ്റ് മാത്രം
എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. തന്നെയല്ല 14.5 ലക്ഷം രൂപ ചികിത്സാ സഹായമായിട്ട് നമുക്ക് ഓരോ ഭവനങ്ങളിലും എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികളിലെ ശാസ്ത്ര സാങ്കേതിക അഭിരുചികൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പേസ് ഡ്രീം സ്കോളേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിൽ ആരംഭിക്കാനിരിക്കുന്ന ടിങ്കറിംഗ് ലാബിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഏകദിന ക്യാമ്പ് ഒരുക്കിയത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പുതിയൊരു ചുവടുവെപ്പിന് ഒരുങ്ങുകയാണ് നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായാണ് സ്പേസ് ഡ്രീം സ്കോളേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും റിസർച്ച് ഗൈഡുമായ TV വിമൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാളയിലെ എറോക്സ് റോബോട്ടിക് ആൻഡ് AI റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹബിന്റെ സഹകരണത്തോടെയാണ് പരിശീലനം നടന്നത്. ഡ്രോണുകൾ പറത്താൻ പഠിപ്പിക്കുക, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പരിശീലനം ലഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക MV ഉഷ, പ്രിൻസിപ്പൽ MK പ്രീതി, VHSC പ്രിൻസിപ്പൽ KP അനിൽ എന്നിവരും വിവിധ ജനപ്രതിനിധികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറും ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബ്ബും സംയുക്തമായി ഏപ്രിൽ 19 സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബ്ബിൽ 19 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നേത്ര ആയുർവേദ ക്ലിനിക്കിന്റെയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായാണ് ചികിത്സ നൽകുന്നത്. വെണ്ടൂരിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിൽ കാഴ്ച വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിനും തിമിര നിർണയത്തിനും സൗകര്യമൊരുക്കും. കാഴ്ചയിലെ തകരാറുകൾ നേരത്തെ തിരിച്ചറിയുന്നതിനും തിമിരബാധ പോലുള്ള പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ചികിത്സാ നിർദ്ദേശങ്ങൾ തേടുന്നതിനും ക്യാമ്പിലൂടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 8710050777 അല്ലെങ്കിൽ 8089144493 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങൾ മൂലമുള്ള കാഴ്ച പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും ഈ അവസരം ഉപയോഗിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരുവനന്തപുരം ആറ്റിങ്ങലിലെ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇന്റേൺഷിപ്പോടുകൂടിയ ഡിപ്ലോമ കോഴ്സിന് റെഗുലർ പാർട്ട് ടൈം ബാച്ചുകൾ ലഭ്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് റൂട്രോണിക്സിന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7994926081. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. വേലൂപ്പാടം തെക്കൻ വാഴക്കാല പ്രസീന എന്ന റോസി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ജോർജാണ് ഭർത്താവ്. ഡെയ്സി, ബിന്ദു എന്നിവർ മക്കളും പിൻഡോ, ഷാജു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആ ശബ്ദം ഇനി അനശ്വരതയിൽ. സംഗീത ഇതിഹാസം ആശാ ഭോസ്ലെ യാത്രയായി. വരന്തരപ്പള്ളിയിൽ അപകടാവസ്ഥയിലുള്ള വൈദ്യുത പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം. മാങ്ങ പറിക്കുന്നതിനിടെ തിരുവില്ലാമലയിൽ മാവിൽ നിന്ന് വീണ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മലേശമംഗലം ചുഴിയങ്കോട് സ്വദേശി ഗോവിന്ദനാണ് മരിച്ചത്. വിശ്വാസ പെരുമഴയിൽ കനകമല. ഭക്തി നിർഭരമായ 87ാമത് കുരിശുമുടി തീർത്ഥാടനത്തിന് സമാപനം. കൊടകര വല്ലപ്പാടി ഊതികുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട ആഘോഷിച്ചു.
കണിവെള്ളരി വിളവെടുപ്പ് തിരക്കിൽ മറ്റത്തൂരിലെ കർഷകർ, വിപണി കീഴടക്കാൻ മഞ്ചേരി വെള്ളരി. പൂരനഗരി ഇനി ഒരുക്കങ്ങളുടെ തിരക്കിൽ. തൃശൂരിൽ തിരുവമ്പാടിയുടെ പന്തൽക്കാൽ ഉയർന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ 46ാം വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.